നടുപ്പിൻ ചക്രവർത്തി DQ. സിനിമയിലുടനീളം മഹാദേവൻ എന്ന ദുൽഖർ സൽമാൻ്റെ കഥാപാത്രത്തെ നടുപ്പിൻ ചക്രവർത്തി എന്നാണ് പരാമർശിക്കുന്നത്. അതിനോട് 100% നീതി പുലർത്താനായിട്ട് ദുൽഖർ സൽമാൻ ശ്രമിച്ചിട്ടുണ്ട്. കാന്ത ഉറപ്പായിട്ടും ദുൽഖർ സൽമാൻ്റെ കരിയറിലെ ഒരു ബെഞ്ച് മാർക്ക് സിനിമ തന്നെയായിരിക്കും. പെർഫോമൻസ് വൈസ് ആണ് കേട്ടോ. വിൻറ്റേജ് പരിപാടികൾ ദുൽഖർ സൽമാൻ കുറേ അധികം ചെയ്യുന്നുണ്ടെങ്കിലും അതിന് അദ്ദേഹത്തിന് ഇഴുകിച്ചേരാൻ പറ്റുന്ന ഒരു ശൈലിയുണ്ട്. അത് അത്രത്തോളം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ദുൽഖർ സൽമാൻ്റെ ഇൻട്രോ സീൻ മുതൽ ഇനി അവസാനമുള്ള ക്ലൈമാക്സ് സീൻ വരെ എത്രത്തോളം അദ്ദേഹം ആ കഥാപാത്രത്തോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാദേവൻ എന്ന കഥാപാത്രം സമുദ്രകനിയോട് തൻ്റെ കഥാപാത്രത്തിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ദുൽഖർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ദുൽഖറിനെ നമ്മൾ ഇത്രയും നാൾ കണ്ടതുപോലെ അല്ല ഒരിക്കലും. അതിൽ വലിയൊരു ട്രാൻസിഷൻ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് ആ പഴയകാല ക്യാരക്ടറുമായിട്ട് ഇഴുകിച്ചേരാൻ ദുൽഖറിന് സാധിച്ചിട്ടുണ്ട്. സിനിമയിൽ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് സമുദ്രകനിയുടേത്. അയ്യ എന്നാണ് പൊതുവെ സെറ്റിനകത്തുള്ള എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത്. സിനിമയിൽ ഗംഭീര വേഷമാണ് ചെയ്തിരിക്കുന്നത്. ദുൽഖറും സമുദ്രകനിയുമായിട്ടുള്ള കുറേ കോമ്പിനേഷൻ സീൻസ് ഗംഭീരമാണ്. ബേസിക്കലി ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും ഇവരുടെ തമ്മിലുള്ള ഒരു കമറാഡറി ബ്രേക്കും, അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ ചർച്ച ചെയ്തു പോകുന്നത്.